എന്നാൽ ഇന്നത്തെ കാലഘട്ടം എന്ന് എടുത്തു കഴിഞ്ഞാൽ, ചുറ്റുവട്ടത്ത് നമ്മൾ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, എവിടെയും ധാർമ്മികമായ ഒരു അധഃപതനം, മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് പുരോഗതി പ്രാപിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇത് റോബോട്ടിക്സിന്റെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അത്രയ്ക്ക് ശാസ്ത്രം അത്ഭുതാവഹമായ രീതിയിൽ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. അതിന്റെയൊക്കെ പരിണത ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ അനുസ്യൂതം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രം ഇങ്ങനെ പുരോഗതി പ്രാപിച്ച് അതിന്റെ അത്യുന്നതിയില് ഇങ്ങനെ നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ മറു സൈഡില് ഒരു വളർച്ച സംഭവിക്കുന്നുണ്ട്. അത് എന്താണ്? ധാർമ്മികമായ അപചയമാണ് അവിടെ വളർന്നു വരുന്നത്, മൂല്യശോഷണമാണ് അവിടെ വളർന്നു വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കുടുംബ ജീവിതങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ശിഥിലമായ കുടുംബ ബന്ധങ്ങള്, അരക്ഷിതമായ സാമൂഹിക വ്യവസ്ഥിതിയാണ്. ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സിന്റെ പുറകെ പോയിട്ട് പുതിയ ഒരു തലമുറ ഇന്ന് ദിശാബോധം നഷ്ടപ്പെട്ടവരായിട്ട് സമൂഹത്തിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഭാര്യയെ കഴുത്ത് ധരിച്ചു കൊല്ലുന്ന ഭർത്താക്കന്മാര്, ഭർത്താവിനെ എത്ര വെട്ട് വേണമെങ്കിലും വെട്ടി കൊലപ്പെടുത്താൻ യാതൊരു മടിയുമില്ലാത്ത ഭാര്യമാർ, സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ വലിച്ചെറിയാൻ യാതൊരു വിമുഖതയും കാണിക്കാത്ത അമ്മമാർ, സഹോദരിയെ തിരിച്ചറിയുവാൻ പാടില്ലാത്ത സഹോദരന്മാർ. നമ്മുടെ സമൂഹം ഇന്ന് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. നാളെ ഇതൊക്കെ നമ്മുടെ വീട്ടില് വന്നു കഴിഞ്ഞിട്ട് ചിന്തിക്കാമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ അപചയം തുടങ്ങുന്നത്. ഇത് അടുത്ത വീട്ടിൽ വരുമ്പോൾ, അടുത്ത വീട്ടിലെ കുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ശാന്തിയും സമാധാനവും ഇല്ലാത്ത വിധത്തിലേക്ക് കുടുംബജീവിതം കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക, യാതൊരു വിദ്യ നേടിയാലാണോ ഇനി യാതൊന്നും അറിയപ്പെടേണ്ടതായിട്ടില്ലാത്തത്? ആ പരമാത്മവിദ്യയുടെ പരമാവധി കണ്ട ശാനപ്രസാദങ്ങളുടെ മഹിതമായ ദർശനം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൂടുതൽ കാലിക പ്രസക്തമാകുന്നത്. ഇങ്ങനെയുള്ള അരക്ഷിതമായ പ്രശ്നങ്ങൾക്ക്, സാമൂഹിക ചൂഷണങ്ങൾ നിലനിൽക്കുന്ന ഈ അവസ്ഥകൾക്കൊക്കെ എങ്ങനെയൊരു മാറ്റം വരുത്താമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്താധാര മുതൽ തുടങ്ങുന്നു ഗുരുവചനത്തിൻ്റെതായിട്ടുള്ള കാലികമായ പ്രസക്തി. നമുക്കറിയാം, ഗുരുവിന്റെ മഹിതമായ ജീവിത ചരിത്രത്തെ നമ്മൾ ഇവിടെ കോറിയിടുമ്പോൾ ധർമ്മത്തിനാണ് ഇവിടെ ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ധർമ്മത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഗുരുവിന്റെ മഹിതമായ ദർശനം പറയേണ്ടത്. കാരണം ധർമ്മത്തിൽ അടിയുറച്ചു നിന്ന ജീവിതമാണ് സമഗ്രമായ പുരോഗതി മനുഷ്യന് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഗുരുകൃതികളിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത്.
നമുക്കറിയാം ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന മഹിതമായ ഒരു ഗ്രന്ഥം നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് മഹാഗുരു നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ശിശു എപ്രകാരമാണ് ജനിക്കേണ്ടത്, അവനെ എവിടെയാണ് വിദ്യ അഭ്യസിപ്പിക്കേണ്ടത്, എങ്ങനെ അവനെ വിദ്യ അഭ്യസിപ്പിക്കണം, അവൻ വളർന്നു വരുന്നു കഴിയുമ്പോൾ ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ശിശുവിനെ എപ്രകാരമാണ് വളർന്നു വരുമ്പോൾ പരിപാലിക്കേണ്ടത് എന്ന് സവിസ്തരം ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് വിവാഹപ്രായമെത്തുമ്പോൾ കുട്ടിയെ എപ്രകാരമുള്ള എങ്ങനെയുള്ള വിവാഹ രീതിയാണ് നടപ്പിലാക്കേണ്ടത്, പിന്നീട് എങ്ങനെയാണ് ഗാർഹസ്ഥ്യ ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് മരണാനന്തര കർമ്മങ്ങൾ നടത്തേണ്ടത്, ഇതൊക്കെ സവിസ്തരം അക്കമിട്ട് ശ്ലോകങ്ങളായിട്ട് മഹാഗുരു നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സംശയത്തിനും ഇടവരാത്ത വിധത്തില് അക്കമിട്ട് ഓരോ കാര്യങ്ങളും മഹാഗുരു നമുക്കായിട്ട് പറഞ്ഞു തന്നു. അത് നമുക്ക് നമ്മുടെ കരകലങ്ങളിൽ കിട്ടിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് നൂറ്റാണ്ടുകൾ പുറകിലുള്ള ആചാരങ്ങളെ കൂട്ടുപിടിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ കുടുംബ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ പാരമ്യത്തിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു വലിയൊരു ഭാഗം കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുന്നത്. നമ്മളതിന്റെ നല്ല വശങ്ങളെ കരുതി എടുത്ത് ജീവിതത്തെ ശോഭനമാക്കാതെ അതിൻ്റെതായിട്ടുള്ള മോശം കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് ഭാര്യ മാറുന്നു പോകുന്നുണ്ട്. എത്ര സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതുപോലെ തന്നെ സ്വഭാവ ഗുണമുള്ള ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഭർത്താക്കന്മാരും പോകാറുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. അപ്പോഴാണ് മഹാഗുരുവിന്റെ വചനം നമുക്ക് പ്രസക്തമാകുന്നത്. അവിച്ഛിന്ന പ്രേമഭാഗോ വർത്തതേ എത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തത് അതിപാവനം. ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞ കൃതിയില് ഗാർഹസ്ഥ്യ ധർമ്മം എന്ന ഭാഗത്ത് ഒരു മാനവരാശിയോട് പറയുകയാണ്, അവിച്ഛിന്ന പ്രേമഭാജോ, നശിക്കാത്ത പ്രേമത്തോടുകൂടി, ഛിന്ന ഭിന്നമാകാത്ത പ്രേമത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടെ, പരസ്പര വിശ്വാസത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, നശിക്കാത്ത പരമപവിത്രമായ പ്രേമത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാർ എവിടെ വസിക്കുന്നുവോ ആ കുടുംബമാണ് തത് അതിപാവനം. ആ കുടുംബമാണ് ഈ പ്രപഞ്ചത്തിലെ സ്വർഗം. നമ്മൾ സ്വർഗം മറ്റെവിടെയെങ്കിലും ആണ് എന്ന് വിചാരിച്ച് അലഞ്ഞു നടന്ന് വഴിപാടുകളും പൂജകളും നടത്തി സ്വർഗപ്രാപ്തിക്കായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മഹാഗുരു ആ മനുഷ്യനോടാണ് പറഞ്ഞു തരുന്നത്, അവിച്ഛിന്ന പ്രേമഭാജോ വർത്തതേ എത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തത് അതിപാവനം. നശിക്കാത്ത പ്രേമത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാർ എവിടെ വസിക്കുന്നുവോ ആ കുടുംബമാണ്, ആ കുലമാണ് അതിപാവനമായിട്ടുള്ളത്. അവിടമാണ് ഭൂമിയിലെ സ്വർഗം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതും ജീവിതത്തിലേക്ക് സാംശീകരിക്കേണ്ടതും മഹിതമായ ഗുരുവിന്റെ മഹത്തരമായ വചനങ്ങളെയാണ്.